എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ LED ലൈറ്റ് ഡിസ്മാൻഡിൽ ചെയ്യൽ, LED സ്റ്റോക്കുകളുടെ കണക്ഷനുകൾ തിരിച്ചറിയൽ, പ്രൊട്ടക്ഷൻ സർക്യൂട്ട്, റെഗുലേറ്റർ എന്നിവ തിരിച്ചറിയൽ എന്നിവ പഠിക്കാം. ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. LED ലൈറ്റ് ഡിസ്മാൻഡിൽ ചെയ്യുകയും LED സ്റ്റോക്കിന്റെ കണക്ഷൻ തിരിച്ചറിയുകയും ചെയ്യുക. LED ഡ്രൈവർ ബോർഡുകളിലെ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് കമ്പോണന്റുകൾ തിരിച്ചറിയുക. ഈ പ്രാക്ടിക്കൽ ചെയ്യുന്നതിന് ആവശ്യമായ ടൂളുകൾ, എക്യുപ്മെന്റുകൾ, മെറ്റീരിയലുകൾ എന്നിവ നമുക്ക് ശേഖരിക്കാം. ട്രെയിനിയുടെ ടൂൾ കിറ്റ്, പ്രോബുകളുള്ള ഡിജിറ്റൽ മൾട്ടിമീറ്റർ, ലാമ്പുകളോട് കൂടിയ മാഗ്നിഫയിങ് ലെൻസ്, LED ലാമ്പ് 30 വാട്ട്, സോൾഡറിംഗ് അയൺ കിറ്റ്. LED ലൈറ്റ് ഡിസ്മാൻഡിൽ ചെയ്യൽ, LED ലൈറ്റിൽ റെഗുലേറ്റർ സെക്ഷനുകൾ, കണക്ഷനുകൾ തിരിച്ചറിയൽ. മിക്ക LED ലാമ്പുകൾക്കും ഒരു കവർ അല്ലെങ്കിൽ എൻക്ലോഷൻ ഉണ്ട്. ഇത് ഒരു പ്ലാസ്റ്റിക് കവറായിരിക്കും. അരികുകൾക്ക് ചുറ്റുമുള്ള ക്ലിപ്പുകൾ തിരയുക. ഉചിതമായ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് അവ നീക്കം ചെയ്യുക. ചിലപ്പോൾ കവർ തെറിച്ചു വീണേക്കാം, പതിച്ചേക്കാം. ഈ സാഹചര്യത്തിൽ നിങ്ങൾ അത് സൗമ്യമായി തുറക്കേണ്ടതുണ്ട്. കവർ നീക്കം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ LED മോഡ്യൂളുകൾ കാണും. ഇത് സാധാരണയായി LED ഘടിപ്പിച്ച ഒരു സർക്യൂട്ട് ബോർഡാണ്. ഈ LED മോഡ്യൂളുകൾ വയറുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. അവയുടെ പൊസിഷൻ, പൊളാരിറ്റി ഇവ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അവ ശരിയായി ബന്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ ഒരു ചിത്രം എടുക്കുക. സോൾഡർ ഉരുകുന്നതുവരെ സോൾഡർ ജോയിന്റുകൾ സോൾഡർ അയൺ ഉപയോഗിച്ച് ചൂടാക്കുക. ജോയിന്റുകളിൽ നിന്ന് വയറുകൾ പതുക്കെ വലിച്ച് സ്വതന്ത്രമാക്കുക. LED മോഡ്യൂൾ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ദൃശ്യമായ കേടുപാടുകളോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും. ബേൺ ആയ LEDകൾ, കേടായ സർക്യൂട്ടുകൾ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടാം. എല്ലാ കണക്ഷനുകളും ഫാസ്റ്റനറുകളും നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഡ്രൈവർ ബോർഡ് ശ്രദ്ധാപൂർവം ലാബിൽ നിന്ന് പുറത്തേക്ക് ഉയർത്തുക. സൂക്ഷ്മമായ കോമ്പോണന്റുകളെ ഇപ്പോഴും അവിടെ അറ്റാച്ച് ചെയ്തിട്ടാണോ ഉള്ളത് എന്ന് ശ്രദ്ധിക്കുക. ഡ്രൈവർ ബോർഡ് നീക്കം ചെയ്യുന്നതോടെ ദൃശ്യമായ കേടുപാടുകളോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയും. പൊള്ളലേറ്റ കോമ്പോണന്റുകൾ, അമിതമായി ചൂടാകുന്നതിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ മറ്റ് അസാധാരണതകൾ എന്നിവ പരിശോധിക്കുക. LED സ്റ്റോക്കിലെ കണക്ഷൻ തിരിച്ചറിയുക. LED സ്റ്റോക്കുകളിൽ സാധാരണയായി സീരീസ് അല്ലെങ്കിൽ പാരലൽ കോൺഫിഗറേഷനുകളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒന്നിലധികം വ്യക്തിഗത LEDകൾ അടങ്ങിയിരിക്കുന്നു. ഒരേ സബ്സ്ട്രാക്റ്റിലോ ബോർഡിലോ ഫിസിക്കലി പരസ്പരം ഘടിപ്പിച്ചിരിക്കുന്നത് പോലെ LEDകളുടെ ഗ്രൂപ്പുകളോ നിരകളോ തിരയുക. LED ഡ്രൈവർ ബോർഡുകളിലെ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് കോമ്പോണന്റുകൾ തിരിച്ചറിയുക. ഒരു LED ഡ്രൈവർ ബോർഡിൽ ഫ്യൂസിന്റെ ഒരു ഫ്യൂസ് റെസിസ്റ്റർ തിരിച്ചറിയുന്നു. ഫ്യൂസ് റെസിസ്റ്ററുകൾ സാധാരണയായി സ്റ്റാൻഡേർഡ് റെസിസ്റ്ററുകൾക്ക് സമാനമായ റെസിസ്റ്ററുകൾ പോലെ കാണപ്പെടുന്നു, പക്ഷേ അവ വലുപ്പത്തിൽ അല്പം വലുതായിരിക്കും. LED ഡ്രൈവർ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന വൈദ്യുത പ്രവാഹത്തിന്റെ അളവ് പരിമിതപ്പെടുത്തുക എന്നതാണ് ഫ്യൂസ് റെസിസ്റ്ററിന്റെ പ്രാഥമിക ഉദ്ദേശം. ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓവർലോഡ് പോലുള്ള വൈദ്യുത പ്രവാഹത്തിൽ പെട്ടെന്നുള്ള വർധനവോ കുതിച്ചുചാട്ടമോ ഉണ്ടായാൽ ഫ്യൂസ് റെസിസ്റ്റർ അല്ലെങ്കിൽ ഫ്യൂസ് വൈദ്യുത ഒഴുക്ക് സുരക്ഷിതമായ നിലയിലേക്ക് പരിമിതപ്പെടുത്തും. LED ഡ്രൈവർ ബോർഡിലെ റെക്ടിഫയർ IC തിരിച്ചറിയുക. റെക്ടിഫയർ ICകൾ സാധാരണയായി ചെറിയ കറുത്ത ചതുരാകൃതിയിലുള്ള അല്ലെങ്കിൽ സമചതുരാകൃതിയിലുള്ള ചിപ്പുകളാണ്. വശങ്ങളിൽ നിന്ന് ഒന്നിലധികം പിന്നുകൾ അല്ലെങ്കിൽ കാലുകൾ നീണ്ടു നിൽക്കുന്നു.
റെക്ടിഫയർ ഐസികൾക്ക് മുകളിൽ സാധാരണയായി അവയുടെ പാർട്ട് നമ്പറുകളെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളുണ്ട്. മിക്ക LED ലാമ്പുകളും DC വോൾട്ടേജിൽ പ്രവർത്തിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അതേസമയം സാധാരണ ഗാർഹിക വൈദ്യുതി വിതരണം IC വോൾട്ടേജ് ആണ്. ഇത് LED വർക്ക് ചെയ്യാൻ വേണ്ട DC ആയി കൺവേർട്ട് ചെയ്യുന്നു. LED ഡ്രൈവർ ബോർഡിലെ ഡ്രൈവർ IC തിരിച്ചറിയുക. LED ഡ്രൈവർ ICകൾക്ക് പലപ്പോഴും മുകളിലെ ഉപരിതലത്തിൽ മാർക്കിംഗ് ഉണ്ട്. അത് അവയുടെ പാർട്ട് നമ്പറുകൾ സൂചിപ്പിക്കുന്നു. LED ഡ്രൈവർ ICകൾ LEDകളിലേക്ക് വിതരണം ചെയ്യുന്ന വൈദ്യുത പ്രവാഹം നിയന്ത്രിക്കുന്നു. LED നിരയിലുടനീളം യൂണിഫോം ബ്രൈറ്റ്നസ്സും കളർ കൺസിസ്റ്റൻസിയും നിലനിർത്തുന്നതിന് LEDകൾക്ക് സ്ഥിരവും സുസ്ഥിരവുമായ വൈദ്യുത പ്രവാഹം ലഭിക്കുന്നുവെന്ന് ഈ IC ഉറപ്പാക്കുന്നു. പ്രത്യേകിച്ചും മാറ്റമില്ലാത്ത പ്രകാശം ആവശ്യമുള്ള LED ലൈറ്റിംഗ് പോലുള്ള ആപ്ലിക്കേഷനുകളിൽ LED ഡ്രൈവർ ബോർഡിലെ സ്വിച്ചിംഗ് ട്രാൻസ്ഫോമർ തിരിച്ചറിയുക. റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറുകൾ സാധാരണയായി LED ഡ്രൈവർ ബോർഡിന്റെ പവർ സപ്ലൈ വിഭാഗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഇംപെഡൻസ് മാച്ചിംഗ് സർക്യൂട്ടുകൾ തമ്മിലുള്ള DC ഐസൊലേഷൻ, വോൾട്ടേജ്, കറന്റ് സ്റ്റെപ്ഡ് അപ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ, അസന്തുലിതവും സന്തുലിതവുമായ സർക്യൂട്ടുകൾ തമ്മിലുള്ള ഇന്റർഫേസിംഗ് തുടങ്ങി നിരവധി കാരണങ്ങളാൽ ട്രാൻസ്ഫോമറുകൾ വിവിധ ഇലക്ട്രിക് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നു. LED ഡ്രൈവർ സർക്യൂട്ടിലെ കപ്പാസിറ്ററുകൾ തിരിച്ചറിയുക. കപ്പാസിറ്ററുകൾ സാധാരണയായി സിലിണ്ടർ ആകൃതിയിലോ ചതുരാകൃതിയിലോ ആണ്. 2 ലീഡുകൾ അല്ലെങ്കിൽ കാലുകൾ ഉണ്ട്. ഇൻപുട്ട് പവർ സപ്ലൈയിൽ അടങ്ങിയിരിക്കുന്ന AC റിപ്പിൾ അല്ലെങ്കിൽ നോയ്സ് ഫിൽട്ടർ ചെയ്യാൻ കപ്പാസിറ്ററുകൾ പലപ്പോഴും ഉപയോഗിക്കുന്നു. LED ഡ്രൈവർ സർക്യൂട്ടിലുടനീളം വോൾട്ടേജ് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് വോൾട്ടേജ് നിലകൾ നിയന്ത്രിക്കാൻ കപ്പാസിറ്ററുകൾ സഹായിക്കും. കൂടാതെ വൈദ്യുതി വിതരണത്തിൽ സംഭവിച്ചേക്കാവുന്ന ട്രാൻസിയന്റ് വോൾട്ടേജ് സ്പൈക്കുകൾ അല്ലെങ്കിൽ കുതിച്ചുചാട്ടങ്ങളെ സപ്രസ് ചെയ്യാനും അവ സഹായിക്കും. LED ലാമ്പ് വീണ്ടും കൂട്ടിയോജിപ്പിച്ച് പരീക്ഷിക്കുക. LED മോഡ്യൂൾ, ഡ്രൈവർ ബോർഡ്, ഹൗസിംഗ്, ഡിസ്മാൻഡിൽ സമയത്ത് നീക്കം ചെയ്ത മറ്റേതെങ്കിലും ഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ ആവശ്യമായ എല്ലാ കോമ്പോണന്റും നിങ്ങളുടെ പക്കലുണ്ടെന്ന് ഉറപ്പാക്കുക. ലാമ്പ് ഹൗസിംഗിനുള്ളിൽ ഡ്രൈവർ ബോർഡ് അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് തിരികെ സ്ഥാപിക്കുക. ആവശ്യാനുസരണം സ്ക്രൂകളോ മറ്റ് ഫാസ്റ്റനറുകളോ ഉപയോഗിച്ച് ഇത് സുരക്ഷിതമാക്കുക. LED മോഡ്യൂൾ അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് ശരിയാക്കുക. ഡ്രൈവർ ബോർഡും LED മോഡ്യൂളും തമ്മിലുള്ള വയറുകൾ ഡിസ്മാന്റ്ലിംഗ് സമയത്ത് നടത്തിയ മാർക്കിംഗ് അനുസരിച്ച് ശരിയായ പൊളാരിറ്റി ഉപയോഗിച്ച് വീണ്ടും ബന്ധിപ്പിക്കുക. പവർ സപ്ലൈയിലേക്ക് LED കണക്ട് ചെയ്ത് അതിൻ്റെ ഗ്ലോ പരിശോധിക്കുക. ഈ വീഡിയോയിൽ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ LED ലൈറ്റ് ഡിസ്മാൻഡിൽ ചെയ്യുകയും LED സ്റ്റോക്കിന്റെ കണക്ഷൻ തിരിച്ചറിയുകയും ചെയ്യുക, LED ഡ്രൈവർ ബോർഡുകളിലെ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് കോമ്പോണന്റുകൾ തിരിച്ചറിയുക. ഇതോടുകൂടി ഈ എക്സസൈസ് അവസാനിക്കുന്നു. നന്ദി.